ഏതമോൻ്റെ മുടി നല്ലോണം വലുതായിട്ടുണ്ടായിരുന്നു, കണ്ണിലേക്കൊക്കെ മുടി പോകുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അവനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പം ഞാനോ അമ്മയോ ആരെങ്കിലുമൊക്കെ പറയും അയ്യോ കൊച്ചിൻ്റെ മുടി വലുതായി കണ്ണിലേക്കൊക്കെ പോവാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചെക്കൻ അങ്ങ് വിതുമ്പൂ കേട്ടോ. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതമോ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടണം, പക്ഷെ പപ്പയ്ക്ക് നേരില്ല, പപ്പ ഭയങ്കര ബിസിയാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ പപ്പ ഫ്രീ ആയ ഒരു സമയം നോക്കിയിട്ട് ഇതേ ചെറുക്കനെ മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ് കേട്ടോ. ഇരിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്ങനെയായാലും കൊണ്ടുവന്ന് അങ്ങ് ഇരുത്തി. മുമ്പ് യാച്ചൻ കരാമയിൽ സ്റ്റേ ചെയ്തിരുന്ന സമയത്ത് ഈ ഒരു സലൂണിലാണ് യാച്ചൻ വരാറുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇവിടെയും പോയത്. കാരണം കിഡ്സിൻ്റെ സലൂണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു സ്ഥിരം സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ വെട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ചാച്ചനാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ കുറച്ചും കൂടി സ്റ്റൈലാക്കി വെട്ടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ചാച്ചനാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇന്ന പോലെ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല, എന്തോ ബോക്സ് കട്ട് അങ്ങനെ എന്തോ പറയുന്നത് ഞാൻ കേട്ടു, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൈഡൊന്ന് സ്ലോപ്പ് ചെയ്ത് ബാക്കിൽ ടെയിൽ ഇടണം, അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏതാണ്ടൊക്കെ ചാച്ചൻ്റെ ആ ഒരു ഹെയർ കട്ടിൻ്റെ ആ ഒരു മോഡൽ ചാച്ചനും ബാക്കിൽ കുറച്ച് ടെയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സലൂണിലാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് അവിടുത്തെ സ്റ്റാഫ് യൂത്ത് പിള്ളേരാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ ഇന്ന പോലെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അവർക്ക് തന്നെ കുറേ സ്റ്റൈലുകൾ അറിയാം. അപ്പോൾ അവരെ ഏൽപ്പിച്ച പണി അവർ അടിപൊളിയാക്കി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മേത്ത് മുടി സംഭവം ഈ ഒരു കവറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും മേത്തും മുഖത്തൊക്കെ മുടി വീഴുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, പകുതിക്ക് വെച്ച് നിർത്തിക്കാവോ കരയാവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ കൊച്ചു കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ചാച്ചൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി വലുതാകുമ്പോൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ വന്ന് വെട്ടിക്കാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ മുടി പെട്ടെന്ന് വലുതാവണ കാരണം കണ്ണിലേക്ക് വീഴുണ്ടല്ലോ, പിന്നെ അപ്പോൾ ഈ ഫ്രണ്ടിലെ ആ ഒരു പോർഷൻ കുറച്ച് അധികം കയറ്റി വെട്ടിക്കോന്നൊക്കെയാണ് ഞാൻ ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു അങ്ങനെ ഒന്നും വെട്ടണ്ടടി, കുറച്ച് സ്റ്റൈലിലൊക്കെ വെട്ടിയിരിക്കട്ടെ, കുറച്ച് മുടി അവിടെ ഇരിക്കട്ടെ, പറ്റ വെട്ടയൊന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടടി ഇതേപോലെ കുറേ സ്റ്റൈലിലൊക്കെ വെട്ടണം എന്നൊക്കെ. പക്ഷെ അന്നേരം ചാച്ചൻ്റെ പാരൻസ് നേരെ സലൂണിൽ കൊണ്ടിരുത്തിയിട്ട് അങ്ങ് പറ്റ വെട്ടിക്കും, അപ്പോൾ പിന്നെ 2-3 മാസത്തേക്ക് വെട്ടേണ്ട ആവശ്യം വരില്ലല്ലോ. അങ്ങനെയാണ് ചാച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചാച്ചൻ കുഞ്ഞുനാളിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദേ പിള്ളേരിൽ അങ്ങ് സാധിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ചെക്കൻ ഫുൾ അങ്ങനെ തന്നെ ഇരുന്നു, ദൈവാനുഗ്രഹം. എനിക്ക് ഇത് കാണുമ്പോൾ ഏതപ്പൻ്റെ മൊട്ടടിയാൻ പോയ രംഗമാണ് ഓർമ്മ വരുന്നത്. ദൈവമേ, കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് കൊച്ചിൻ്റെ തല വരെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചിരിച്ചോണ്ട് മുടി വെട്ടാനിരിക്കണത് ഇപ്പോഴാണ് കേട്ടോ. ഫോട്ടോ കോപ്പി പോലെ ആയിട്ടുണ്ട്.